ചോദ്യങ്ങളോട് താങ്കൾ എന്താണ് പ്രതികരിക്കാത്തത്? ജനങ്ങൾ ശ്രദ്ധിക്കില്ലേ ഇതൊക്കെ? ഇത് തന്നെയാണോ പിന്നില്ല? അതായത് ജീവനക്കാരൻ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇത്രയും കാലം മാടമ്പള്ളിയിലെ യഥാർത്ഥ മനോരോഗി ഗംഗയായിരുന്നു എന്നല്ലേ നമ്മൾ വിചാരിച്ചത്? എന്നാൽ നമുക്ക് തെറ്റി. ഗംഗയേക്കാൾ വീര്യം കൂടിയ വേറൊരാളുണ്ട് ഇവിടെ. നമ്മൾ അത് തിരിച്ചറിയാതെ പോയി. നമ്മുടെ നകുലിനെ കുറിച്ച് തന്നെയാണ് ഞാൻ ഇവിടെ പറയുന്നത്. മാടമ്പള്ളിയിലെ അല്ല, കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ മനോരോഗിയാണ് നമ്മുടെ നകുലൻ എന്ന് പറയേണ്ടി വരും. കുറച്ചു കാലമായി എവിടെ പോയാലും ആരെ കണ്ടാലും അലറി വിളിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക സ്വഭാവം നമ്മുടെ നകുലനിൽ കാണപ്പെടുന്നുണ്ട്. മെഡിക്കൽ സയൻസിന് ഇതിന് പ്രത്യേകിച്ച് പേരൊന്നും കണ്ടെത്തിയിട്ടില്ല. എന്തായാലും അതിനുള്ള റിസർച്ച് നടക്കുന്നുണ്ട്. വളരെ റെയർ ആയിട്ടുള്ള റിസർച്ചായിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ സഹാനുഭൂതിയോടുകൂടിയും സഹതാപത്തോടു മാത്രം നകുലനോട് പെരുമാറാൻ ശ്രമിക്കുക. നകുലനിൽ നിന്നും മുന്നഗോപിയിലേക്കുള്ള ദൂരം വളരെ കുറവാണെന്ന് നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം. സഹതാപം മാത്രമല്ല, കുറച്ചും കൂടി സൂക്ഷ്മത പുലർത്തുന്നത് വളരെ നല്ലതായിരിക്കും. നകുലനാണെങ്കിൽ അലറി വിളിക്കുകയുള്ളൂ, പക്ഷെ മുന്നേ ആണെങ്കിൽ കുറച്ചും കൂടെ ക്രൂരമായിരിക്കും. എന്തായാലും നമ്മുടെ നകുലനായിരുന്നു കഴിഞ്ഞ ദിവസം ഏറ്റവും വലിയ ചർച്ചാ വിഷയം. രാജ്യസഭയിൽ നിന്നാണ് എല്ലാത്തിന്റെയും തുടക്കം. ജോൺ ബ്രിട്ടാസിന്റെ പ്രസംഗം കേട്ട സുരേഷ് ഗോപിക്ക് ഹാലിളകി. പിന്നീട് അവിടെ നടന്നത് ചരിത്രമായിരുന്നു. കമ്മീഷണർ സിനിമയിൽ പോലും ഇത്രയും നല്ലതായിട്ട് ഗോപിയേട്ടൻ അഭിനയിച്ചിട്ടുണ്ടാവില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അജാതി നാടക ലെവല് പെർഫോമൻസ് ആയിരുന്നു. അതൊന്ന് കാണേണ്ടതായിരുന്നു. ഇതൊന്നും കാണാതെ പോയാൽ പടച്ചോൻ ചോദിക്കും കേട്ടോ. അതുകൊണ്ട് നമുക്ക് ബ്രിട്ടാസിന്റെ രാജ്യസഭാ പ്രസംഗത്തിന്റെ ചില ഭാഗങ്ങളൊന്ന് കണ്ടുനോക്കാം. ബൈബിളിൽ ഒരു കഥാപാത്രമുണ്ട് സാർ, 30 വെള്ളിക്കാശിന് യേശുക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്തത്. അങ്ങനെയുള്ള കഥാപാത്രങ്ങളാണ് ചിലർ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ. കഴിഞ്ഞ ദിവസം പുരുഷന്റെ പേരിലും ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അവർ യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിനെ ഒറ്റുകൊടുത്ത യൂദാസിന്റെ പതിവിലകരിക്കുന്നതാണ് സാർ. സാർ, കഴിഞ്ഞ ദിവസം ഇവിടെ ഞങ്ങള് ഒരു സിനിമയെ കുറിച്ച് പറഞ്ഞു. എന്തായിരുന്നു സിനിമ സാർ? എമ്പുരാൻ സിനിമ. എമ്പുരാൻ സിനിമയിൽ കഥാപാത്രമുണ്ട്. ആരാന്നറിയോ സാർ? മുന്ന. ആ മുന്നയെ ഇവിടെ കാണാം, ഇവിടെ കാണാം. ഈ BJP ബെഞ്ചുകളിൽ ഒരു മുന്നയെ കാണാം. ഈ മുന്നയെ തിരിച്ചറിയും മലയാളി, തിരിച്ചറിയും കേരളം, തിരിച്ചറിയും സർ. അതാണ് കേരളത്തിന്റെ ചരിത്രം. നിങ്ങളുടെ വിഷത്തെ ഞങ്ങൾ അവിടെ നിന്ന് മാറ്റി നിർത്തി. ഒരാൾ ജയിച്ചിട്ടുണ്ട്, ഞങ്ങൾ നേമത്തെ അക്കൗണ്ട് പൂട്ടിച്ച പോലെ വൈകാതെ ആ അക്കൗണ്ട് ഞങ്ങൾ പൂട്ടിക്കും. ഒരു തെറ്റ് പറ്റി മലയാളിക്ക്, ആ തെറ്റ് ഞങ്ങൾ തിരുത്തും വൈകാതെ. ഓക്കെ, അപ്പൊ ഇവിടെ എല്ലാത്തിന്റെയും തുടക്കം വഖഫ് ഭേദഗതിയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ മണിപ്പൂരിലും ജബൽപൂരിലുമെല്ലാം ക്രിസ്ത്യൻസിനെ കൂട്ടക്കൊല ചെയ്യുകയും കേരളത്തിലെ മുനമ്പം വിഷയത്തിൽ ക്രിസ്ത്യൻസിന് വേണ്ടി മുതലക്കണ്ണീർ ഒഴുകുകയും ചെയ്യുന്ന സംഘികളുടെ ഇരട്ടത്താപ്പിനെ കുറിച്ച് ബ്രിട്ടാസ് ഇങ്ങനെ പറയുകയായിരുന്നു. യേശുവിന്റെ കൂടെ നടന്ന് ചതിച്ച യൂദാസിനെ പോലെ, അല്ലെങ്കിൽ എമ്പുരാൻ എന്ന സിനിമയിലെ മുന്ന എന്ന കഥാപാത്രത്തെ പോലെയാണ് സംഘികളെന്നും അവരെ വിശ്വസിക്കരുതെന്നും ബ്രിട്ടാസ് പറഞ്ഞു. മുന്ന എന്ന് പറയുന്ന കഥാപാത്രം ആരാണ് എന്താണെന്നൊക്കെ എമ്പുരാൻ കണ്ടവർക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും. അപ്പൊ പറഞ്ഞു വരുന്നത് ചില മുന്നക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ടെന്ന് ജോൺ ബ്രിട്ടാസ് അങ്ങ് കൂട്ടിച്ചേർത്തു. ഇത് കേട്ടതും ഇത് തന്നെ കുറിച്ച് മാത്രമാണ് എന്ന് തോന്നിയ തൃശൂർ MP അങ്ങ് ചാടി എണീറ്റു. തൃശ്ശൂരുകാരുടെ ഒരു ഗതികേടാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തായാലും ഗോപിയേട്ടൻ എന്താണ് പറയാനുള്ളത് നമുക്കൊന്ന് കേട്ടോക്കാം. He was talking about Empuran, a cinema which was yesterday. Does he dare to have a re-release of 51 cuts? TP Chandrasekharan. Left, right, left. Left, right, left. Let's sit down. ഇയാൾ എന്താണ് ഈ പറയുന്നത്? ബ്രിട്ടാസ് ഇവിടെ സംസാരിച്ചത് എമ്പുരാൻ എന്ന കഥാപാത്രത്തിലെ മുന്നേ കുറിച്ചാണ്. ഇയാൾ അതിന്റെ ഇടയിൽ കൂടെ ചന്ദ്രശേഖരനും ലെഫ്റ്റ് ആൻഡ് റൈറ്റും എന്നൊക്കെയാ പറയുന്നത്. എന്തിനാ? ആർക്ക് വേണ്ടി? ഇതൊരു തവണ റിലീസായി തിയേറ്ററിൽ കളിച്ച പടങ്ങളാണ്. വീണ്ടും റിലീസ് ചെയ്യേണ്ട ആവശ്യം എന്താണെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇനിയിപ്പോ സുരേഷ് ഗോപിക്ക് അത്ര നിർബന്ധമാണെങ്കിൽ സ്വന്തം കയ്യിൽ നിന്ന് കാശ് മുടക്കി റിലീസ് ചെയ്തു. ഇവിടെ ആർക്കും ഒരു കുഴപ്പമില്ല, ആരും എതിർക്കാനും പോകും. ബാക്കി കൂടെ I was the first person to call off the producers and ask them to delete my name in the form of a credit card towards the beginning of the film. എന്തായാലും എമ്പുരാൻ റീസെൻസർ ചെയ്യുന്നതിന് മുന്നേ കണ്ടവർക്കറിയാം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ സുരേഷ് ഗോപിക്ക് നന്ദി എഴുതി കാണിക്കുന്നുണ്ട്. അത് വെട്ടിമാറ്റാൻ താൻ തന്നെ പറഞ്ഞിട്ടുണ്ടെന്നാണ് ആശാൻ ഇപ്പൊ പറഞ്ഞത്. അതെന്തായാലും നന്നായി. എന്തായാലും ആ ഒരു പേര് എടുത്തു കളഞ്ഞത് അത്രയും വൃത്തിയാവുമല്ലോ. എന്തായാലും രാജ്യസഭയിലെ പെർഫോമൻസ് അവിടെ കഴിഞ്ഞു. ഇനി പുറത്തിറങ്ങിയിട്ടുള്ളതാണ്. മാധ്യമങ്ങളുടെ നെഞ്ചത്തോട്ട് അങ്ങ് ചാടി കയറുവാണ്. അത് നമ്മൾ സ്ഥിരം കാണുന്ന കാഴ്ചയാണ്. ഈ പൊട്ടന്മാരാണെങ്കിൽ ഈ തമ്പുരാൻ ഗോപിയുടെ ആട്ടം തുപ്പം കേൾക്കാനായിട്ട് ഇങ്ങനെ പുറകെ നടക്കും. മയക്കം നോക്കി ഒരു ഉളുപ്പില്ലാതെ പിന്നാലെ പോകും. എന്തായാലും നമുക്ക് അതും കൂടി കേട്ടുനോക്കാം. അല്ലാതെ ജബൽപൂരിലെ സംഭവത്തിനെ ന്യായീകരിക്കുകയാണോ? നിങ്ങൾ ആരാണ്? നിങ്ങൾ ആരോടാ ചോദിക്കുന്നത്? വളരെ സൂക്ഷിച്ച് സംസാരിക്കും. നിങ്ങൾ ആരാന്ന്? ആ പൊട്ടക്കണ്ണട എടുത്തു മാറ്റി സൂക്ഷിച്ചു നോക്കട പൊന്നുമോനെ. അപ്പൊ മനസ്സിലാകും മുന്നിൽ നിൽക്കുന്നത് ആരാണ് എന്താണെന്നൊക്കെ. പിന്നെ നിങ്ങൾ ആരോടാ കളിക്കുന്നതെന്നല്ലേ പിന്നെ ചോദിച്ചത്.
പാവം ഈ ഷിറ്റോമാനിയ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അതൊക്കെ ബാധിച്ച് ഓർമ്മയൊക്കെ പോയെന്നാ തോന്നുന്നത്. താൻ ആരാണെന്ന് തനിക്ക് അറിയാമെങ്കിൽ എന്നോട് ചോദിക്കും, ഞാൻ പറഞ്ഞുതരാം താൻ ആരാണെന്നും ഞാൻ ആരാണെന്നും. ഞാൻ എന്ത് പറയാനുണ്ട് ഇതല്ലാതെ. നിങ്ങളുടെ പേര് സുരേഷ് ഗോപി, ഷിറ്റു ഗോപി, തമ്പുരാൻ ഗോപി, മുന്ന ഗോപി എന്നൊക്കെ പറയുന്ന പല പേരിലാണ് നിങ്ങൾ അറിയപ്പെടുന്നത്. നിങ്ങൾ തൃശ്ശൂരിലെ MP ആണ്. ആ ബോധം ഒന്നും കൂടെ ഒന്നും ഉണ്ടായിക്കോട്ടെ. കൂടുതലൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കേണ്ട, ബാക്കി കണ്ടോക്കാം. അപ്പൊ ഇനി അതും ഞാൻ പറഞ്ഞു തരണോ? മാധ്യമത്തെ ജനാധിപത്യത്തിന്റെ 4ാം തൂണായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇതൊക്കെ ബേസിക് കാര്യങ്ങളല്ലേ? തൃശ്ശൂർ MP എന്ന് പറയുന്ന നിലയ്ക്ക് ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ടതല്ലേ? അതിന് തമ്പ്രാൻ കുഞ്ഞിന് എന്ത് ജനാധിപത്യം അല്ലേ? അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനായി ജനിക്കുന്നത് സ്വപ്നം കണ്ട് നടക്കുക. ആ ആളോടൊക്കെ ഈ ജനാധിപത്യത്തിന്റെ കാര്യമൊക്കെ ഭേദം ഓടിയിട്ട് എന്ത് കാര്യം? ബാക്കി കൂടെ ഏതാ ചാനല്? സൗകര്യമല്ല പറയാൻ. ജബൽപൂരിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിയമപരമായ നടപടിയെടുക്കും. പിന്നെ നിങ്ങള് അതങ്ങ് ബ്രിട്ടാസിന്റെ വീട്ടിൽ കൊണ്ടുവച്ചാൽ മതി കേട്ടോ. ഇല്ലെങ്കിൽ താൻ എന്ത് ചെയ്യടോ എന്ന് തിരിച്ചു ചോദിക്കാൻ അട്ടലുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ പോലും ആ കൂട്ടത്തിൽ ഇല്ലായിരുന്നു. അത് ഓർക്കുമ്പോഴാണ് എനിക്ക് ലച്ചു തോന്നുന്നത്. അതെന്തോന്ന് ഇഷ്ടപ്പെടാത്ത ചോദ്യങ്ങൾ ചോദിക്കുമ്പോ കണ്ണുരുട്ടി പേടിപ്പിക്കാതെ അട്ടലുണ്ടെങ്കിൽ മാന്യമായി മറുപടി പറയണം. ബ്രിട്ടാസിന്റെ വീഡിയോ കൊണ്ട് വെച്ചാൽ മതി എന്നൊക്കെ എന്തോ ഈ പറയുന്നത്. രാജ്യസഭയിൽ നിന്ന് ഇറക്കി വിട്ടതിന്റെ ഒരു സംഭവം ഉണ്ട്. രാജ്യസഭയിൽ വെച്ച് ബ്രിട്ടാസ് അങ്ങനെ പറഞ്ഞത് പുള്ളിക്കാരന് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടില്ല. അതാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. അതിന്റെ ക്ഷീണം മാറിയിട്ടില്ല പുള്ളിക്കാരന്. എന്നാൽ ഇത് കഴിഞ്ഞിട്ട് ബ്രിട്ടാസ് മാധ്യമപ്രവർത്തകരെ കണ്ട് സംസാരിക്കുന്നുണ്ട്. അതും കൂടി ഒന്ന് കണ്ടോക്കാം. ജബൽപൂരിൽ നിയമപരമായ നടപടിയെടുക്കും. മറ്റു ചോദ്യങ്ങളൊക്കെ ബ്രിട്ടാസ് അങ്ങ് വീട്ടിൽ പോയി വെച്ചാൽ മതി എന്നാണ്. ബ്രിട്ടാസിന്റെ വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്നാണ്. അല്ല, എനിക്കിപ്പം നിങ്ങൾ എന്റെ വീട്ടിൽ വന്ന് ചോദിക്കുന്നതിന് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പൊ സുരേഷ് ഗോപി എന്റെ ശത്രു ഒന്നുമല്ല. അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രതിയോഗി മാത്രമാണ്. അദ്ദേഹം ശത്രുവായി കാണുന്ന പോലെയാണ് പെരുമാറുന്നത്. അല്ല, ഇന്നലെ കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ ഞാനിതെല്ലാം ഉന്നയിച്ച ശേഷം പുറത്തിറങ്ങിയിട്ട് വളരെ ഊഷ്മളതയോട് കൂടിയിട്ട് അദ്ദേഹം എന്നോട് സംസാരിക്കുകയും പെരുമാറുകയും ചെയ്തിരുന്നു. എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒരു നടനകലയിലുള്ള ഒരു വൈഭവം അദ്ദേഹം പ്രകടിപ്പിക്കുന്നതായിരിക്കാം. അദ്ദേഹത്തിന് ഭയങ്കരമായ ഒരു വീര്യമുണ്ട്, അല്ലെങ്കിൽ ഉഷിരുണ്ടെന്നൊക്കെ തോന്നിപ്പിക്കും. സംഭവമാണ്. എന്തായാലും ഇപ്പൊ പഴയ പോലെ സിനിമയിൽ ചാൻസ് ഒന്നും കിട്ടുന്നില്ലല്ലോ. പിന്നെ രാജ്യസഭയിലും പാർലമെന്റിലും മാധ്യമങ്ങളുടെ മുന്നിലും ഒക്കെ ഇങ്ങനെ അഭിനയിച്ചേക്കാവുന്ന പുള്ളിക്കാരൻ കരുതി കാണും. ഭരത്ചന്ദ്രൻ IPS പുള്ളിക്കാരന്റെ ശരീരത്തിൽ നിന്നും പൂർണ്ണമായിട്ട് ഇറങ്ങിപ്പോയിട്ടില്ല. അതിന്റെ പ്രശ്നമാണ്. ഇനിയിപ്പോ ഇതിന്റെ പുറമെ ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട് വന്നിട്ടല്ല, സാക്ഷാൽ സണ്ണി വന്നിട്ട് പോലും കാര്യം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബാക്കി കൂടെ കാണാം. എനിക്ക് എന്റെ മിത്രമായിട്ടുള്ള സുരേഷ് ഗോപിയോട് പറയാനുള്ളത്, രാഷ്ട്രീയത്തിലും ഒരു സ്ക്രിപ്റ്റ് റൈറ്ററുടെ ആവശ്യം മൂപ്പർക്ക് ഉണ്ട്. പക്ഷെ ആ മിത്രം ഇന്ന് കൊച്ചിയിൽ വളരെ മോശമായിട്ടാണ് മാധ്യമപ്രവർത്തകരുടെ ചോദിച്ച മാധ്യമങ്ങളെ ആക്ഷേപിക്കുക, അതുപോലെ താങ്കളെ ആക്ഷേപിക്കുക. യഥാർത്ഥത്തിൽ ഒരു ഉത്തരവാദപ്പെട്ട പദവിയിലിരിക്കുന്ന ആളിന് ചേരുന്നതാണോ? വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്നൊക്കെ തരത്തിലൊക്കെ. അല്ല, ഇത് ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്. സുരേഷ് ഗോപി പറയുന്നതിനെ നമ്മൾ സീരിയസ് ആയി എടുക്കരുത്. ഇത് സുരേഷ് ഗോപി പറയുന്നതിനെ സുരേഷ് ഗോപി പോലും സീരിയസ് ആയി എടുക്കുന്നില്ല. സുരേഷ് ഗോപിയുടെ പാർട്ടി പോലും സീരിയസ് ആയി എടുക്കുന്നില്ല. സുരേഷ് ഗോപി ഏത് പാർട്ടിയിലാണെന്നുള്ള കാര്യം സുരേഷ് ഗോപിക്ക് അറിയില്ല. BJPക്ക് സംശയമുണ്ട്. എന്തായാലും ഇത്രയ്ക്ക് വേണ്ടായിരുന്നു ബ്രിട്ടാസെ. ഇമോഷണൽ ഡാമേജ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? കുറെ അട്ടഹസിക്കേണ്ട കാര്യമൊന്നുമില്ല, കണ്ടുരുട്ടുകയും വേണ്ട. ഇതുപോലെ നല്ല രീതിക്ക് പറയുന്ന ഒരു ഡയലോഗ് മതി. എത്ര കൂളായിട്ടാണ് ബ്രിട്ടാസ് ഒറ്റയടിക്ക് സുരേഷ് ഗോപിയെ ആരും വല്ലാതാക്കി മാറ്റിയത്. ബ്രിട്ടാസ് പറഞ്ഞ പോലെ ഇയാൾ ഇത് വലിയ കാര്യമാക്കി എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ എന്തായാലും ശ്രദ്ധിക്കണം, കാര്യം മുന്നെയാണ്. സമയം കിട്ടി എന്താ ചെയ്യാനെന്ന് പറയാൻ പറ്റത്തില്ല. ബാക്കി കൂടെ കാണാം. ഒരുപക്ഷെ ഇന്ന് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ 2 ദിവസം കഴിയുമ്പോൾ മാറ്റിയേക്കാം സ്വാഭാവികമായിട്ടും. അതുകൊണ്ട് അദ്ദേഹത്തിന് നിങ്ങൾ ഒരു കേന്ദ്ര സഹമന്ത്രിയാണെന്നുള്ളത് കറക്റ്റാണ്. പക്ഷേ ഗൗരവത്തിലെടുക്കരുത്. അദ്ദേഹത്തോട് നമ്മളൊരു സഹാനുഭൂതി നമ്മൾ പ്രകടിപ്പിക്കണം. അത് സമൂഹ മാധ്യമങ്ങളിൽ ഒരു മുന്നാ ഗോപി എന്നുള്ളൊരു പേര് വീഴുന്നതിന് പോലും ഇന്നലത്തെ രാജ്യസഭയിലെ ചർച്ച ഇടവരുത്തി. യഥാർത്ഥത്തിൽ ഞാനങ്ങനെ ഒരു പ്രയോഗം, രാഷ്ട്രീയത്തിൽ ഇങ്ങനെയുള്ള പ്രയോഗങ്ങളില്ലേ, നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതല്ലേ. രാഷ്ട്രീയത്തിൽ മാത്രമല്ലല്ലോ, മാധ്യമപ്രവർത്തനങ്ങളിലും ഇല്ലേ ഇങ്ങനെയുള്ള അഞ്ചാമ്പത്തി, മറ്റേ യുദാസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇല്ലേ. അപ്പോൾ ഇത് ഞാൻ തന്നെയാണെന്ന് പുള്ളിക്ക് പെട്ടെന്നൊരു ഉൾവിളി ഉണ്ടായത് എന്തുകൊണ്ടാണ്? ഒരുപക്ഷെ ഒരു കുറ്റബോധം കൊണ്ടായിരിക്കാം. അദ്ദേഹം അല്പം നിഷ്കളങ്കനാണ്. ഇത് കേട്ടിട്ടുണ്ട്, പക്ഷെ ഒരാളെ ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ട് ആക്കുന്ന ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. എന്തായാലും സംഘികൾക്ക് ബ്രിട്ടാസ് ഷിറ്റു ഗോപിയെ ആക്കിയതെന്ന് മനസ്സിലായിട്ടുണ്ട്. അതാണ് കോമഡി. ഒരു കമന്റ് ഞാൻ വായിച്ചുതരാം. മുന്നേ യൂദാസ് എന്നൊക്കെ BJPക്കാരെ വിളിച്ച് പ്രസംഗിച്ച ബ്രിട്ടാസ് പെട്ടെന്ന് ഡീസന്റ് ആയി. SG സുഹൃത്താണത്രേ. കിട്ടേണ്ടത് കിട്ടിയ ഏത് CPM-ഉം തലപൊക്കില്ല. എങ്ങനെയുണ്ട്? ഇതാണ് ഒറിജിനൽ സംഖ്യ എന്ന് പറയുന്നത്. ഇത്രയും ബുദ്ധിയില്ലാത്ത ആളുകളാണ് ഇവരുടെ അണികൾ. ഇവരൊക്കെയാണ് ഇങ്ങനെ അധികാരത്തിലിരിക്കുന്നത്. എന്തായാലും ബിഗ് സ്ക്രീനിൽ ഇങ്ങനെ ഈ പുള്ളിക്കാരനെ മിസ് ചെയ്യുന്നവർക്ക് ഇതുപോലെ ചെറിയ മിനി സ്ക്രീനിലുള്ള ഈ ഒരു കാട്ടായൊക്കെ എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ടാവും. എന്തായാലും എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. എന്താണ് ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.